ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഓഫ് പ്രൊജക്റ്റ് ടീം അല്ലെങ്കിൽ മെട്രിക് സ്ട്രക്ചർ എന്നും കൂടി പറയും. എ ടീം ഈസ് ക്രിയേറ്റഡ് ഇൻ ദി എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് കണ്ടക്ടിങ് എ സ്റ്റഡി ഓഫ് ദി പെർട്ടിക്കുലർ റീജിയൻ ഓർ പ്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ് പ്രൊഡക്റ്റ് ഓർ കംപ്ലീറ്റ് എ സ്പെസിഫിക് അസൈൻമെൻറ്റ് എക്സെട്ര. ദിസ് ടീം ഈസ് നോൺ ആസ് പ്രൊജക്റ്റ് ടീം. അതായത് നമുക്കറിയാം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക്, ഒരു സ്പെസിഫിക് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അങ്ങനെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് എന്ത് പ്രൊജക്റ്റ് ടീം എന്ന് പറയുന്നത്. ഇത് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റഡിയൊക്കെ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും പ്രൊജക്റ്റ് ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് ടീമിൽ ഒരു പ്രൊജക്റ്റ് മാനേജർ ഉണ്ടായിരിക്കും. അയാളുടെ ജോബ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് അനലൈസ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യണം ആ ആക്ടിവിറ്റീസ് അനലൈസ് ചെയ്യലാണ് ഈ ഒരു പ്രൊജക്റ്റ് മാനേജറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇയാൾ ഈ ടീമിനെ മാനേജും ചെയ്യണം. ഹി ഷുഡ് ഓൾസോ മാനേജ് ദി ടീം. ഹി സെലക്ട്സ് ഡിഫറെൻറ്റ് പേഴ്സൺ ഫ്രം ദി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹൂ ആർ ഇൻവോൾവ്ഡ് ഇൻ ദി പ്രൊജക്റ്റ്. ഇയാളാണ് തീരുമാനിക്കേണ്ടത് ഈ പ്രൊജക്റ്റ് ടീമിന് ആരൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഈ ഒരു പ്രൊജക്റ്റ് മാനേജർ ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഓഫ് പ്രൊജക്റ്റ് ടീം അല്ലെങ്കിൽ മെട്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഈ ഒരു മെട്രിക് സ്ട്രക്ചറിൽ പറയുന്ന ഒരു പ്രൊജക്റ്റ് ടീം ഉണ്ടായിരിക്കും. ഈ പ്രൊജക്റ്റ് ടീം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്പെസിഫിക് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ആ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടായിരിക്കും എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനിൽ. ആ ടീമാണ് പ്രൊജക്റ്റ് ടീം. അതിലൊരു പ്രൊജക്റ്റ് മാനേജർ ഉണ്ടായിരിക്കും. അയാളാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് മൊത്തം കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ആണ് കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. മെനി ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ അഡോപ്റ്റ് എ കോമ്പോസിറ്റ് പാറ്റേൺ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ദാറ്റ് മീൻസ് ദ ഫങ്ഷണൽ ആൻഡ് പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻസ് ആർ കമ്പൈൻഡ് ടുഗദർ. അതായത് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷനും പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷനും രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷനാണ് കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ്റെയും അതുപോലെ ഫങ്ഷൻ്റെയും ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് ടെറിറ്റോറിയൽ ഓർ ലൊക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. If the activities of the organizations are widely dispersed, it is better to adopt territorial departmentation. The all activities of the organization are grouped area or territorial wise and each area is under the charge of one executive. ഇവിടെ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏരിയയുടെ ബേസിൽ അല്ലെങ്കിൽ ടെറിറ്റോറിയൽ ബേസിലായിരിക്കും. അതിനനുസരിച്ചിട്ട് ആ ഒരു ടെറിറ്റോറിയൽ ഏരിയയ്ക്ക് ഒരാളെയാണ് എക്സിക്യൂട്ടീവായിട്ട് കൊടുക്കുക. അയാളാണ് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നോക്കേണ്ടത്. അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റേഷനാണ് ടെറിറ്റോറിയൽ ഓർ ലൊക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കമ്പനി ഈസ് ഏബിൾ ടു കാറ്റർ ദി നീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ്. അതായത് ഒരു കമ്പനിക്ക് പല പല റീജിയൻസിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ഏരിയയിൽ പല പല റീജിയൻസ് ആയി ഉണ്ടാവുക, അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഈസ് പോസിബിൾ. ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു അതോറിറ്റി ഇവിടെ എന്താണ് പോസിബിൾ ആണ്. പിന്നെ കോസ്റ്റ് റിഡക്ഷൻ ഈസ് പോസിബിൾ. കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ദ ഓർഗനൈസേഷൻ ക്യാൻ ചേഞ്ച് ഇറ്റ്സ് പോളിസി ഓൺ ദി ബേസിസ് ഓഫ് റീജിയണൽ കണ്ടീഷൻസ്. ഓർഗനൈസേഷൻ റീജിയണൽ കണ്ടീഷൻസിനനുസരിച്ച് ഇവിടുത്തെ പോളിസീസൊക്കെ ചേഞ്ചസ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ഓർഗനൈസേഷൻ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ ഏരിയയിൽ ബേസിൽ ഒരുപാട് റീജിയൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷനിൽ അവരുടെ പോളിസി ചേഞ്ച് ചെയ്യാൻ പറ്റും. ദ പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഏരിയ ക്യാൻ ബി അസർട്ടൈൻ ആൻഡ് ടു സീ ഇൻ വിച്ച് ഏരിയ ദ സെയിൽസ് ആർ ഒക്കറിങ് ടു മച്ച്. അതായത് ഓരോ ഏരിയത്തിൻ്റെ പ്രോഫിറ്റ് അനലൈസ് ചെയ്തിട്ട് ഏത് ഏരിയയിലാണ് കൂടുതൽ സെയിൽസ് ഉണ്ടായെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ദ പെർഫോമൻസ് ഓഫ് ഈച്ച് യൂണിറ്റ് ക്യാൻ ബി മെഷർഡ്. ഓരോ യൂണിറ്റിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഈ ഒരു ടൈപ്പിൽ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ടു ടേക്ക് ക്വിക്ക് ഡിസിഷൻസ് ആൻഡ് പ്രോംപ്റ്റ് ആക്ഷൻസ് ആസ് ദേ ആർ ഫുള്ളി അവെയർ ഓഫ് ലോക്കൽ കണ്ടീഷൻസ്. അവർ കൂടുതൽ ലോക്കൽ കണ്ടീഷനെ കുറിച്ചിട്ടൊക്കെ മുഴുവനാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസൊക്കെ മാനേജേഴ്സിന് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻസ് പറയുന്നത്. മോർ പേഴ്സണൽ ആർ റിക്വയേർഡ്. അതായത് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ഇവിടേക്ക് ആവശ്യമുണ്ട്. കാരണം ഓരോ ഏരിയയിലും
ഒരുപാട് ഒരു എക്സിക്യൂട്ടീവ് വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവർക്ക് കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദർ ഈസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെയിം ഫങ്ഷൻ. അതായത് ഒരേ ഫങ്ഷൻ തന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും വരും. അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ സംബന്ധിച്ചിട്ട് ആ ഡ്യൂപ്ലിക്കേഷൻ വരികയാണ്. നെക്സ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് കമ്പാരേറ്റീവ്ലി മോർ. മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു ചിലവ് കൂടുതലായിരിക്കും. പിന്നെ ദർ ഈസ് ഡിഫിക്കൽട്ടി ഇൻ കോർഡിനേഷൻ ഓഫ് യൂണിറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഏരിയ. ഇവിടെ എന്ത് വരുന്നുണ്ട്? ഡിഫിക്കൽട്ടി ഇൻ കോർഡിനേഷൻ ഓഫ് യൂണിറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഏരിയ. ഓരോ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. കാരണം ഓരോ ഏരിയയിലായിരിക്കും ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഇറ്റ് ഇൻവോൾവ്സ് ഹയർ കോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ ഡ്യൂ ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർട്ടൻ ഫങ്ഷൻസ്. അതായത് ഡ്യൂപ്ലിക്കേഷൻ വരികയാണ്, നമ്മൾ പറഞ്ഞിട്ട് സെയിം ഫങ്ഷൻ തന്നെ പിന്നെയും വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ഫങ്ഷൻ എടുത്ത ആ കോസ്റ്റ് തന്നെ വീണ്ടും വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഹയർ കോസ്റ്റ് വരികയാണ് ഓപ്പറേഷനിലും കൺട്രോളിലും. പിന്നെ വരുന്നതാണ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് സോണൽ ഓഫീസ്. ഹെഡ് ഓഫീസും അതുപോലെ ഈ ഒരു സോണിലുള്ള ആ ഓഫീസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരാനുള്ള പോസിബിലിറ്റി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക ആക്ടിവിറ്റീസിനെ. In this type of departmentation, the whole enterprises is divided into number of departments on the basis of customers that it serves. അതായത് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ബേസിസിലാണ് എങ്ങനെ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് വരുന്നതാണ് ലാർജ് ആൻഡ് സ്മോൾ കസ്റ്റമേഴ്സ്. ചിലപ്പോൾ ലാർജ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സ്. അതുപോലെ റിച്ച് ആൻഡ് പൂവർ, റിച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അതായത് പണക്കാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ലക്ഷറിയസ് പ്രൊഡക്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതുപോലെ പൂവർ, സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സുകളും പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് ആൻഡ് അതർ കസ്റ്റമേഴ്സ്, അതായത് ഇൻഡസ്ട്രി പർപ്പസിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നവരും ഉണ്ടാവും, അതുപോലെ സാധാ യൂസിനുള്ളതും ഉണ്ടായിരിക്കും. പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ കസ്റ്റമർ, ഇപ്പം മെയിലിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡ്രസ്സ്, അതുപോലെ ഷൂ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഫീമെയിൽസിന് അവരുടേതായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് കസ്റ്റമേഴ്സ് ഡിവിഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി ഇൻകം. ഇൻകത്തിൻ്റെ ബേസിൽ ഹൈ ഇൻകം ഉള്ളവർ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യും, പക്ഷേ ലോ ഇൻകം ഉള്ളവർ കുറച്ചായിട്ടുള്ള പർച്ചേസിങ് നടത്തുള്ളൂ. പിന്നെ കസ്റ്റമേഴ്സ് ഡിവിഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഏജ്, ഏജിൻ്റെ ബേസിസിൽ. കാരണം പ്രായമായിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും, പക്ഷേ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ട്രേഡിംഗ് കമ്പനീസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ബിസിനസ് ഓഫ് ഓർഗനൈസേഷൻ. ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മേ ബി ഫങ്ഷണൽ, ടെറിട്ടോറിയൽ ഓർ പ്രൊഡക്റ്റ് ബേസ്ഡ്. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രേഡിംഗ് കമ്പനീസിൻ്റെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുക. അതായത് ഓരോ ബിസിനസ് അവരുടെ ബിസിനസ് എങ്ങനെയാണ് നടത്തുന്നത്, ഓർഗനൈസേഷനിലെ ബിസിനസ് എങ്ങനെയാണ് നടത്തുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഒന്നെങ്കിൽ ഫങ്ഷണലാവാം, അല്ലെങ്കിൽ ടെറിട്ടോറിയലാവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡൊക്കെ ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കാണാം. അപ്പോൾ ഇത്രയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ ക്ലാസിഫിക്കേഷൻ. ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷൻ പഠിച്ച പോലെ കസ്റ്റമേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രൊജക്റ്റ് ടീം, ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രൊഡക്റ്റ്, അതുപോലെ കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ, ടെറിട്ടോറിയൽ, ലൊക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇത്രയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ പറയാനുള്ളത്. ഗുഡ് മോർണിംഗ് ഓൾ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സ്റ്റാഫിംഗ്. നമ്മൾ പറഞ്ഞു ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനിൽ വരുന്ന ഒരു ഫങ്ഷനാണ് എന്ത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസിങ് കഴിഞ്ഞ് വരുന്ന ഒരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ്. എവറി ഓർഗനൈസേഷൻ റിക്വയേഴ്സ് റിസോഴ്സസ് ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. ദ റിസോഴ്സസ് ഇൻക്ലൂഡ്സ് മെൻ, മെറ്റീരിയൽ, മെഷീൻ ആൻഡ് ഫിനാൻസ്. Among these men are most important resources. അതായത് ഏതൊരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിലും അവിടുത്തെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ആവശ്യമുണ്ട്, റിസോഴ്സസ് ആവശ്യമുണ്ട്, അവിടെ ഉറവിടങ്ങൾ ആവശ്യമുണ്ട്. ആ റിസോഴ്സസിനെ നമ്മൾ പറയുന്നതാണ് മാൻ, മണി, അതുപോലെ മെറ്റീരിയൽ, ഫിനാൻസ് എന്നായിട്ടാണ് ഈ റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് തന്നെയാണ് എന്ത്,
മെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോഴ്സസ് പ്ലാൻ ചെയ്യണം, അതുപോലെ റിക്രൂട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം, ട്രെയിൻ ചെയ്യണം, അതുപോലെ അപ്രൈസ് ചെയ്യണം, റെമ്യൂണറേഷൻ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് മേ ബി defined as a process of recruiting and equipping the people to handle various positions and perform assigned tasks in line with the structure and the overall goals of the organization. സ്റ്റാഫിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് നടത്തുക, അതുപോലെ അവരെന്ത് പൊസിഷനാണോ ഹാൻഡിൽ ചെയ്യുന്നത് ആ പൊസിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കുക. ആ പൊസിഷൻ നല്ലതായ രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക, ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഫങ്ഷനെ പറയുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഫിംഗ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ഓൾ ദീസ് ആസ്പെക്ട്സ്. എല്ലാ ആസ്പെക്ട്സും പ്ലാൻ ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ്, സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, അപ്രൈസൽ നടത്തുക, റെമ്യൂണറേഷൻ കൊടുക്കുക, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. According to Theo Heyman, staffing pertains to recruitment, selection, development and compensation of subordinates. തിയോ ഹെയ്മാൻ്റെ അഭിപ്രായത്തിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് കോമ്പൻസേഷൻ ഓഫ് സബോർഡിനേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന തൊട്ടിട്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നവരുള്ള എല്ലാ ഫങ്ഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാഫിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് capable and competent people to fill all positions from top management to operative management. അതായത് ക്യാപ്പബിളും അതുപോലെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ഉണ്ടായിരിക്കും, പീപ്പിൾസ് ഉണ്ടായിരിക്കും. അവിടെ ഈ ഒഴിവുള്ള ഓർഗനൈസേഷനിലെ ഒഴിവുള്ള വേക്കൻസീസ് ഉണ്ടായിരിക്കും, അവിടെ ഫില്ല് ചെയ്യുക. അത് ടോപ്പ് മാനേജ്മെൻറ്റ് ടു ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ വരെ ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അവർക്ക് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണെന്ത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നേച്ചർ നോക്കാം. നേച്ചർ ഓഫ് സ്റ്റാഫിംഗ് ഫങ്ഷൻ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എംപ്ലോയീസ്. അതായത് സ്റ്റാഫിംഗ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫങ്ഷനാണ്. ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഹ്യൂമൻ റിസോഴ്സസ് വേണം ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ. കാരണം ഒരു മെഷീൻ മാത്രം ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, ആക്ടിവിറ്റീസ് ഒന്നും പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു എംപ്ലോയീസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഫങ്ഷനാണ്. നെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് കോർഡിയൽ എൻവയോൺമെൻറ്റ്. എല്ലാ എംപ്ലോയീസിനെയും ഒരേ ബേസിസിലാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മാക്സിമം ഈ ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അവർ ട്രൈ ചെയ്യും, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ ഒരു കോർഡിയൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ പറയുന്നതാണ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതെന്ന് പറയുന്ന ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. കാരണം എല്ലാവരും എപ്പോഴും ഒരു ഓർഗനൈസേഷന് വർക്ക് ചെയ്യണം എന്നില്ല. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നെക്സ്റ്റ്, ഇറ്റ് എൻഷുർ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇവിടെ ഫിസിക്കലും അതുപോലെ സോഷ്യൽ ഒക്കെ ആയിട്ടുള്ള നീഡ്സൊക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റിലേറ്റ് വിത്ത് പേഴ്സണൽ പോളിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഈ ഒരു സ്റ്റാഫിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് എയിംസ് അറ്റ് സെലക്ടിങ് റൈറ്റ് പീപ്പിൾ ഫോർ റൈറ്റ് ജോബ്സ് അറ്റ് റൈറ്റ് ടൈം ആൻഡ് റിട്ടൈനിങ് ദം ഇൻ ദി ഓർഗനൈസേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ശരിയായ ശരിയായ പീപ്പിളിനെ ശരിയായ ജോബിൽ ശരിയായ സമയത്ത് റിട്ടൈൻ ചെയ്യുക, ഒരു ഓർഗനൈസേഷനിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന സെലക്ട് ചെയ്യുക, അതാണ് ഇവരെ മെയിൻ എയിം എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ ഈസ് എ ലൈൻ അതോറിറ്റി. ഇതൊരു ലൈൻ അതോറിറ്റിയാണ്. ഇത്രയാണ് ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് കീ ടു അതർ മാനേജറിയൽ ഫങ്ഷൻ. അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നതിൽ ലൈഫ് ഇൻ ടു ദി ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫിനെ ഇൻജെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാ മാനേജറിയൽ ഫങ്ഷനെയും എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എഫക്റ്റീവ്നെസ് ഓഫ് അതർ മാനേജറിയൽ ഫങ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എഫക്റ്റീവ്നെസ് ഓഫ് സ്റ്റാഫിംഗ് ഫങ്ഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ശരിയായ ആളെ റിക്രൂട്ട് ചെയ്താലാണ് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ബാക്കിയുള്ള മാനേജറിയൽ ഫങ്ഷനും കൂടി കൊടുക്കുന്ന ഒരു കീ ആണെന്ത്, ഈ സ്റ്റാഫിംഗ് ഫങ്ഷൻ.
സെക്കൻഡ് വൺ, ബെറ്റർ പെർഫോമൻസ് ഓഫ് എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഫാസ്റ്റായിട്ടും അതുപോലെ വെൽ എഡ്യൂക്കേറ്റഡ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വർക്കേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, അഡോപ്ഷൻ ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി. ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ചേഞ്ചസ് നമ്മുടെ ഈ ഒരു ടെക്നോളജി ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അതിനനുസരിച്ചുള്ള ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ഹയർ പ്രൊഡക്ടിവിറ്റി. If proper persons are not appointed in time, it will cause wastage of material, time and effort. ഇവിടെ എന്തുന്നുണ്ട്, പ്രോപ്പർ പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ശരിയായ സമയത്ത് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മെറ്റീരിയലും അതുപോലെ ടൈമും എഫേർട്സും ഒക്കെ വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ആൾക്കാരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മെയിൻറ്റെയിനിങ് ഗുഡ് ഹ്യൂമൻ റിലേഷൻ. അതായത് ഹ്യൂമൻ റിലേഷൻസ് ഇൻക്രീസ് ചെയ്യും എന്ന് വെച്ചാൽ അവരുടെ കോമ്പിനേഷൻ, അവരുടെ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതുപോലെ ഈ ഓർഗനൈസേഷന് അവർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ്, അവരെ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് സ്റ്റാഫിങ്ങിൽ പറയാനുള്ളത്. ഈ സ്റ്റാഫിംഗ് ഫംഗ്ഷനോട് കൂടി ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ മോട്ടിവേഷൻ ആണ്. താങ്ക് യു ഓൾ.